ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 7-ാമത്തെ ഷെഡ്യൂളിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 246 ലിസ്റ്റുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 246 പട്ടിക 7 ആർട്ടിക്കിൾ 246. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3 തരം ലിസ്റ്റുകളാണുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുന്നത് പാർലമെൻറ്റാണ്. യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുവാൻ അധികാരം പാർലമെൻറ്റിനാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുന്നതിനുള്ള അധികാരം സംസ്ഥാന നിയമസഭകൾക്കാണ്. കൺകറന്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുവാൻ പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും തുല്യ അധികാരമാണുള്ളത്. 3 ലിസ്റ്റുകളിലും പ്രതിപാദിച്ചിട്ടില്ലാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുവാൻ അധികാരം പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റിൻ്റെ ഈ അധികാരത്തെ റെസിജ്വൽ പവർ അഥവാ അവശിഷ്ട അധികാരം എന്ന് പറയുന്നു. റെസിജ്വൽ പവർ അഥവാ അവശിഷ്ട അധികാരം. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രധാന വിഷയങ്ങളാണ് പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ, സെൻസസ്, വരുമാന നികുതി തുടങ്ങിയവ. ഏതൊക്കെയാണ്? പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ, സെൻസസ്, വരുമാന നികുതി തുടങ്ങിയവ. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങളാണ് ക്രമസമാധാനം, ജയിൽ, പൊതുജനാരോഗ്യം, കൃഷി, ഗതാഗതം, ഭൂനികുതി മുതലായവ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രധാന വിഷയങ്ങളാണ് വിദ്യാഭ്യാസം, വൈദ്യുതി, വനവും വന്യജീവികളും മുതലായവ.